സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സത്യങ്ങളെല്ലാം ദേവിക അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നന്ദൻ്റെ വായാൽ തന്നെയാണ് സത്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. വഴിയരികിൽ ഋഷിയുടെ കൂട്ടുകാർ തന്നെ ഋഷിയെ കാണാതായതിൻ്റെ പേരിൽ ചോദ്യം ചെയ്തുവെന്നും അങ്ങനെ ഉണ്ടായ അടിപിടിയിലാണ് മാധവേട്ടന് അടി കൊണ്ടത്, അല്ലാതെ മനഃപൂർവ്വം ഞാൻ അച്ഛനെ ഉപദ്രവിക്കണമെന്ന് ആഗ്രഹിച്ച് ചെയ്തതല്ല, ദേവി എന്നെ വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞ് മാപ്പ് പറയുന്ന സമയത്ത് എന്തുകൊണ്ട് ഋഷിയുടെ കൂട്ടുകാർ നന്ദുവിനെ സംശയിക്കുന്നു? നന്ദുവിന് ഋഷിയെ കാണാതായതിൻ്റെ പിന്നിൽ എന്തെങ്കിലും പങ്കുണ്ടോ? എന്തൊക്കെയോ സത്യങ്ങൾ എന്നിൽ നിന്ന് മറയ്ക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളല്ലേ ഇതെല്ലാം എന്ന് ചോദിക്കുന്ന സമയത്ത് അരുന്ധതി മേഡത്തിൻ്റെ മകനായ ഋഷിയെ ഞാൻ കൊന്നു, എനിക്കൊരു അബദ്ധം പറ്റിയതാ, വിശ്വസിക്കുക എന്ന് പറഞ്ഞ് നന്ദനാണെങ്കിൽ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ ഋഷിയുടെ കൊലപാതകം മറച്ചു വെക്കാൻ കൂട്ടുനിന്നതിൻ്റെ പേരിനാണ് കെവിനോടും ഇസബല്ലയോടും താൻ ഇത്രയധികം കടപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ പേരിനാണ് കെ നായരുടെ പ്ലാന്റും അതുപോലെ ഫയലും ഒക്കെ അടിച്ചു മാറ്റാൻ കൂടെ നിന്നത്. കാരണം കേസിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിച്ചതിൻ്റെ പേര് ഞാൻ അവർക്ക് ചെയ്തു കൊടുത്ത പ്രത്യുപകാരം എന്ന് പറയുന്ന സമയത്ത് എല്ലാം കേട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല സിദ്ധുവിനും ദേവിയേക്കും പ്രഭാവതിക്കും ഒക്കെ. പ്രഭാവതി ആകെ ഷോക്കാകുന്നു. നന്ദൻ ഈ സത്യങ്ങളൊക്കെ ഇപ്പോൾ തുറന്നു പറയുമെന്ന് വിചാരിച്ചേ ഇല്ല, പറയരുത് എന്നാണ് പ്രഭാവതിയും അതുപോലെ ഇസബല്ലയും കെവിനും ഒക്കെ നന്ദനെ പഠിപ്പിച്ചു വെച്ചിരുന്നതും. എന്നിട്ട് അത് കേൾക്കാതെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇസബല്ലയുടെ കളിയൊന്നും ഇനി നടക്കില്ല. ദേവിക സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നന്ദൻ്റെ നിരപരാധിത്വം മനസ്സിലാക്കുമെന്ന് അവൾക്കറിയാം. അഴിമതി നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടെയോ അല്ലെങ്കിൽ കൈക്കൂലി സ്വന്തമാക്കണമെന്നുള്ള ലക്ഷ്യത്തോടെയൊന്നും അല്ല നന്ദൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതോടെ ദേവിക നന്ദനെ വെറുക്കില്ല എന്നുള്ള കാര്യം അറിയാം. അബദ്ധം പറ്റിയാണെങ്കിലും നന്ദൻ ഒരു തെറ്റ് ചെയ്തു, പക്ഷേ ആ തെറ്റ് മറയ്ക്കാൻ വേണ്ടി കൂടെ കൂടിയ കൂട്ടുകാർ പറയുന്നതിനെല്ലാം താളത്തിനൊത്ത് തുള്ളിയതാണ് നന്ദൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ശരിക്കും പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന തൻ്റെ ഭാര്യയുടെയും അതുപോലെ അമ്മയുടെയൊക്കെ സങ്കടം കൺമുന്നിൽ പോലും കണ്ട ഭാവം നടിക്കാതെ ഒന്നിനു പിറകെ ഒന്നായിട്ട് കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തൊരു സൈക്കോ ക്രിമിനലായിട്ട് മാറിക്കൊണ്ടേയിരുന്നു നന്ദൻ. ആ സമയത്താണ് ഇസബല്ലയും നന്ദനെയും ഒരുമിച്ചൊരു ഹോട്ടൽ റൂമിൽ കണ്ട ദേവിക ഫയലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തതുപോലെ ജീവിതത്തിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനം എടുത്തത്. അന്നേരം മുതലാണ് കുറ്റബോധവും പേറി സത്യങ്ങളെല്ലാം ദേവികയോട് തുറന്നു പറയണം എന്ന് മാനസാന്തരപ്പെട്ട് നന്ദൻ നടക്കാൻ തുടങ്ങിയത്. അതുവരെയും താൻ ചെയ്ത തെറ്റ് മറച്ചു വെക്കണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ. നന്ദൻ സത്യം തുറന്നു പറയുന്ന സമയം ആദ്യമൊക്കെ തെറ്റ് ക്ഷമിക്കാൻ പറ്റില്ല എങ്കിലും പിന്നീട് നന്ദൻ്റെ നിരപരാധിത്വം പതിയെ കൊണ്ടാണെങ്കിലും ദേവികയും മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല നിയമത്തിൻ്റെ മാർഗത്തിൽ താൻ ചെയ്ത തെറ്റിന് ശിക്ഷ ഏറ്റുവാങ്ങണമെന്ന് ദേവിക പറഞ്ഞ് മനസ്സിലാക്കുന്നതിനെ തുടർന്ന് ഉറപ്പായിട്ടും DYSPയെ നേരിട്ട് വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട് ദേവികയും. പക്ഷേ ഋഷി കൊലപാതകത്തിൻ്റെ പേരിൽ നന്ദനെ അറസ്റ്റ് ചെയ്യാൻ DYSP താല്പര്യം കാണിക്കുന്നില്ല. അതിനെന്തെങ്കിലും തക്കതായിട്ടുള്ള തെളിവോ മറ്റു കാര്യമോ കിട്ടിയിട്ട് മാത്രമേ അറസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മനഃപൂർവ്വം ഒഴിവാക്കി വിടാനാണ് ശ്രമിക്കുന്നത്. അതിനെപ്പറ്റി അന്വേഷിക്കാം, എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി വിടുന്നു. മറ്റൊന്നുമല്ല, ഋഷിക്ക് യാതൊരു ആപത്തും സംഭവിച്ചിട്ടില്ല. അവരെല്ലാം കൂടി ചേർന്ന് നടത്തിയ നാടകമാണെന്നുള്ള കാര്യം മറ്റാരേക്കായും വ്യക്തമായിട്ട് DYSPക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദേവിക ഒഴിവാക്കുന്നത്. ദേവിക സത്യങ്ങളെല്ലാം ശാരികയോട് തുറന്നു പറയുന്നുണ്ട്. ശാരിക ചെല്ലുമ്പോഴേ ചോദിക്കുന്നുണ്ട്, നന്ദേട്ടനെ കണ്ടോ? ചേച്ചി ചോദിച്ചു. എന്ത് പറഞ്ഞു? സത്യം ഏറ്റു പറഞ്ഞു. ഇതിൻ്റെ പിന്നിൽ നമ്മൾ ആരും വിചാരിക്കുന്നത് പോലെയല്ല, മറ്റൊരു വലിയ സത്യം മറഞ്ഞിരിക്കുന്നുണ്ട്. ഋഷിയെ നന്ദൻ കൊന്നു. അങ്ങനെ പറഞ്ഞതും അറിഞ്ഞതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശാരികയോട് ഷെയർ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ എനിക്ക് മുന്നേ അറിയാമായിരുന്നു ചേച്ചി. ആ കെവിനെന്ന് പറയുന്ന കൂട്ടുകാരൻ ചേച്ചി വിചാരിക്കുന്ന പോലെ നന്ദേട്ടനെ സഹായിക്കാനൊന്നുമല്ല കൂടെ കൂടിയിരിക്കുന്നത്. അയാൾ എന്തൊക്കെയോ നേട്ടം ഉദ്ദേശിച്ച് തന്നെയാണ് കൂടെ കൂടിയെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ചേച്ചി കരുതുന്നത് പോലെ ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ല. പിന്നെ എൻ്റെ ചേച്ചിയുടെ ജീവിതത്തിൽ തുടരെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണക്കാർ നന്ദേട്ടൻ്റെ കുറേ കൂട്ടുകാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ലക്ഷ്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയുടെയും നന്ദേട്ടൻ്റെയൊക്കെ കൂട്ടുകാരനായ കെവിൻ ചേട്ടനെ സ്നേഹിക്കുന്നത് പോലെ ഒന്ന് അഭിനയിച്ചതാ. ശാരി, നീ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ പറയുന്നത് സത്യമാണ് ചേച്ചി, ചേച്ചിക്ക് എന്നെ വിശ്വസിക്കാം. അങ്ങനെ കെവിൻ ചേട്ടനെ സ്നേഹിക്കുന്ന രൂപത്തിൽ ഞാൻ അഭിനയിച്ചതിൻ്റെ പേരിലാണ് പല സത്യങ്ങളും എനിക്ക് കണ്ടുപിടിക്കാനായത്. ഇസബല്ലയും നന്ദേട്ടനും ഒരുമിച്ചൊരു ഹോട്ടൽ റൂമിലുണ്ടെന്നുള്ള കാര്യവും മാത്രമല്ല അച്ഛൻ ഇങ്ങനെ ഒരു അപകടം പറ്റിയത് നന്ദേട്ടൻ്റെ തെറ്റുകൊണ്ടാ എന്നൊക്കെ ഉള്ള കാര്യം കണ്ടുപിടിച്ചത് കെവിൻ ചേട്ടൻ ഒറ്റ ഒരാൾ പറഞ്ഞിട്ടാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദേവിക ആകെ ഷോക്കാകുന്നു. മോളെ, നീ എനിക്ക് വേണ്ടിയിട്ട് എന്തിനാ ഇത്രയും വലിയ റിസ്ക് ഏറ്റെടുത്തത്? എന്തെങ്കിലും അപകടം പറ്റിപ്പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? എനിക്ക് ചേച്ചിയുടെ ഭാവി മാത്രമേ ഉള്ളായിരുന്നു. ആ സമയത്ത് എൻ്റെ കൺമുന്നിൽ ചേച്ചിയുടെ സങ്കടം കണ്ടിട്ട് എനിക്ക് സമാധാനമില്ലായിരുന്നു.
എന്തുകൊണ്ടാണ് ചേച്ചിയുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇസബെല്ലയും കെവിൻ ചേട്ടനും മനഃപൂർവ്വം നന്ദേട്ടനെ പെടുത്തിയതാണ് എന്നുള്ള കാര്യം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോഴല്ലേ മനസ്സിലായത്. ഋഷിയെ കൊന്നതിൻ്റെ പേര് അത് മറച്ചു വെക്കാൻ കൂട്ടുനിന്ന അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യുപകാരം ചെയ്ത ചേച്ചിയുടെ ജീവിതത്തെ തകർക്കാൻ ശ്രമിച്ചെന്ന്. എന്തായാലും ആ ഇസബെല്ലയെ നമുക്ക് നേരിട്ടൊന്ന് കാണണം. ആ ഇസബെല്ലയുടെ ലക്ഷ്യം നന്ദേട്ടനെ കെണിയിലാക്കുക എന്ന് മാത്രമല്ല, ചേച്ചിയും നന്ദേട്ടനെയും തമ്മിൽ അകറ്റിയിട്ട് നന്ദേട്ടനെ സ്വന്തമാക്കുക എന്ന ലക്ഷ്യം കൂടി ഉണ്ട്. അതിനുള്ള മറുപടി കൊടുത്തേ പറ്റൂ. അങ്ങനെ ദേവികയും ശാരികയും ചേർന്ന് തന്നെ സത്യങ്ങളെല്ലാം ഗിരിയോടും അതുപോലെ മുരളിയെയും അറിയിക്കുന്നു. മാത്രമല്ല അവർ ഇസബെല്ലയും കെവിനെയും കാണാൻ പോകുകയും ചെയ്യുന്നുണ്ട്.